ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പപ്പായയെക്കുറിച്ചാണ്. പപ്പായയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കതിനെ കറി വെക്കാനും ഉപയോഗിക്കാം, അതുപോലെ പഴങ്ങളായിട്ടും ഉപയോഗിക്കാം. ഒത്തിരി അധികം വിറ്റമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന നല്ലൊരു പഴമാണ്, നല്ലൊരു പഴവർഗ്ഗമാണ് ഈ പപ്പായ എന്ന് പറയുന്നത്. പപ്പായ നമ്മളെപ്പോഴും ഉണ്ടല്ലോ, ഇതുപോലുള്ള പപ്പായയുടെ വിത്തുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ പപ്പായയുടെ വിത്തുകൾ വാങ്ങിച്ച് നമുക്ക് പാകി കിളിപ്പിച്ച് പപ്പായ ചെടിയാക്കി മാറ്റാം. പപ്പായയുടെ വിത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു 15 ദിവസമെങ്കിലും എടുക്കും അത് നമ്മൾ പാകി വെച്ചാലും മുള വരാൻ. അപ്പം നമ്മൾ മുളയ്ക്കത്തില്ല എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിന് അതിനെ വാരിയെടുത്ത് ദൂരെ കളയുകയും വിത്ത് തന്നയാളിനെ ചീത്ത വിളിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. കുറേ ദിവസം താമസമുണ്ട് ഇതിൻ്റെ വിത്തുകൾ മുളച്ചു വരാൻ. ക്ഷമയെന്ന് പറയുന്നത് ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ആട്ടിൻ സൂപ്പിന് പകരം നമ്മൾ ക്ഷമ ഉപയോഗിച്ച് ഈ കപ്പളത്തിൻ്റെ തൈ 15 ദിവസം വരെ, ചിലപ്പോൾ അതിൽ കൂടുതലും ദിവസം എടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ മുളപ്പിച്ചെടുക്കും. അങ്ങനെ മുളപ്പിച്ചെടുത്ത തൈകൾ ഒരു 2 മാസമെങ്കിലും ഉണ്ടോ, മുളപ്പിച്ച തൈകളെ നമ്മളിതുപോലെ ഒരു 2 മാസം പ്രായമായതിനു ശേഷം ഒരു അത്യാവശ്യം ഇത്രയുമെങ്കിലും വലിപ്പം, തണ്ടിനൊക്കെ ഇച്ചിരി ഉറപ്പൊക്കെ വന്നിട്ട് മാറ്റി നടുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈ പപ്പായയുടെ ചെടിയൊന്ന് മാറ്റി നടുന്നത് നോക്കാം. നമ്മൾ പപ്പായയുടെ തൈയെ ഈ ഭാഗത്താണ് നടാൻ പോകുന്നത്. പപ്പായയുടെ തൈ നട്ട് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമായിരിക്കണം. അതുപോലെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് വേരഴുകി പോകുന്ന ഒരു ചെടിയാണ് പപ്പായയുടെ ചെടി. ഞങ്ങൾ ഈ കോട്ടയംകാരുണ്ടല്ലോ, പപ്പായ എന്നധികം പറയാറില്ല, കപ്പളം എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് എങ്ങാനും അറിയാതെ കപ്പളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, പപ്പായയാണ്. ചില ആളുകളൊക്കെയാണ് കപ്പങ്ങാന്നും കപ്പരയ്ക്കായെന്നും ഒക്കെ പറയുന്നവരുണ്ട്. പക്ഷെ കോട്ടയംകാർ സാധാരണ പറയുന്നത് കപ്പളങ്ങ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടോട്ട് നമുക്കൊരു തൈ കുഴിച്ചു വെക്കാം. കപ്പളത്തിൻ്റെ തൈ അല്ല, പപ്പായയുടെ തൈ നമ്മൾ കുഴിച്ചു വെക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ ആണെങ്കിൽ 2 അടി നീളവും 2 അടി വീതിയുമുള്ള കുഴിയെടുത്ത് അതിനകത്ത് നടണം എന്നാണ്. നമ്മൾ ഈ വീട്ടിലെ കൃഷിക്കാരെ ഇപ്പം സാധാരണ ഒരു വീട്ടമ്മയാണെങ്കിൽ ഈ 2 അടി താഴ്ചയും 2 അടി വലിപ്പവും ഒക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ വേണ്ടെന്ന് വെക്കും. അതുകൊണ്ട് അങ്ങനെ വെക്കേണ്ട കാര്യമില്ല. ഇച്ചിരി കൂടി ഇങ്ങോട്ട് നീക്കി വെച്ചോ, അല്ലെ കപ്പളത്തിൻ്റെ ഇല വന്ന് അയേ മുട്ടുകയല്ലേ. അപ്പം നമ്മളൊരു സാധാരണ ഒരു കുഴി അങ്ങോട്ട് എടുക്കുവാണേ. അപ്പം ഞാൻ കുഴി എടുത്തിട്ട് കാണിക്കാം. കപ്പളം വെക്കാനായിട്ട് നമ്മുടെ ചേട്ടനൊരു നല്ല കുഴി എടുത്ത് തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ആ കുഴിക്കകത്തേക്ക് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്നാണെന്നറിയോ, വേപ്പൻ പിണ്ണാക്കാണേ. കപ്പളത്തിന് പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്ന ഒരു ചെടിയാണ്. ഒത്തിരി ഇടരുത് കേട്ടോ. വേപ്പിൻ പിണ്ണാക്കിന് നല്ല ചൂടുള്ള ഒരു വളമാണ്. അപ്പം വേപ്പിൻ പിണ്ണാക്കിട്ടു. പിന്നെ ഞാൻ ഒരു പിടി എല്ലുപൊടി, അത്രയും മതി. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ചെയ്യുന്നത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ആ ചാണകപ്പൊടി ഇട്ടിട്ട് കുറച്ച് മണ്ണ് ഞാൻ അതിനകത്തോട്ട് ഇടുവാണേ. കണ്ടോ, ആ വളം ഒന്ന് മൂടാനും മാത്രം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കപ്പളത്തിൻ്റെ തൈ ഇതിനകത്തുനിന്ന് ഊരിയെടുക്കണം. കണ്ടോ, ഇതുപോലെ നല്ലതായിട്ട് വേര് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ കപ്പളത്തിനെ ഞാൻ ഇവിടെ ഇച്ചിരി ചെരിച്ചാണ് വെക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ചെരിച്ച് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് കായ ഉണ്ടാവും. അപ്പം ഇതുപോലെ ഒരു ശകലം കണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിതിനെ അങ്ങ് മൂടിക്കൊടുക്കുവാണ്. തൂമ്പ എടുത്ത് ആ തൂമ്പ ഇങ്ങോട്ട് തന്നേ. ഇതുപോലെ കുറച്ച് മണ്ണും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മളൊന്നിങ്ങനെ മൂടി വെക്കും കേട്ടോ. ഇത്രയേ ചെയ്യുന്നുള്ളൂ. കിടത്തിയിട്ടിട്ടാണ്. പക്ഷെ ഇങ്ങനെ വെച്ചാൽ എളുപ്പം കായ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒക്കെ നോക്കാം. ഇങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റാൾക്കാരെ കൊണ്ട് പണിക്കാരെ കൊണ്ട് പണിയിക്കുവാണെങ്കിൽ ഇതിൻ്റെ ചുവട് ചേർത്ത് തടവെടുപ്പിക്കരുത്. അതിൻ്റെ വേരങ്ങ് മുറിഞ്ഞു പോകും. ഒരു മുറിവ് വന്നാൽ പെട്ടെന്ന് അതിക്കടെ വെള്ളം കയറി അഴുകി പോകുന്ന ചെടിയാണ് ഈ പപ്പായയുടെ ചെടി. എപ്പോഴും നമ്മൾ പപ്പായ നമ്മൾ വീട്ടിലൊക്കെ വെച്ച് വളർത്തുമ്പോഴേ നമ്മൾ വാങ്ങിച്ചാണ് നടുന്നതെങ്കിൽ റെഡ് ലേഡിയുടെ പപ്പായയാണ് നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ. സാധാരണ വീടുകളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോഴും അതാണ് നല്ലത്. നല്ല വലിപ്പമുള്ള കായ്കൾ കിട്ടും. മിനിമം അതിനൊരു 100 രൂപയെങ്കിലും കിലോയ്ക്ക് വരാറുണ്ട് പപ്പായയുടെ ചെടി, പപ്പായയ്ക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വിൽക്കാനല്ലെങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പപ്പായ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും.
ഇതാണ് എനിക്കിപ്പോൾ ഇവിടെ ഉള്ള പപ്പായ എന്ന് പറഞ്ഞാൽ ഒന്ന് ദേ ഇതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ആവശ്യത്തിന് ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാ. ഇത് ദേ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറൊരു പപ്പായ ചെടിയും കൂടെ ഇവിടെ നിൽക്കുന്നത് ഞാൻ കാണിച്ചിട്ട് വരാവേ. വാ, ഇത് കണ്ടോ, ഇതാണ് പിന്നെ വേറൊരു പപ്പായ ഉള്ളത്. അതും ദേ ഞാൻ ഈ പാത്രത്തിനകത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ചുവടിനൊക്കെ വണ്ണം വെച്ച് വന്നാലേ ഉള്ളൂ പപ്പായയ്ക്ക് നല്ല വളർച്ചയും കിട്ടത്തുള്ളൂ, നല്ല വിളവും കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഇത് ഒരെണ്ണത്തിന് വളമിടാം. അപ്പം ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ പതുക്കെ ഒന്ന് ദൂരോട്ട് മാറ്റി വേറൊന്നും പൊട്ടിപ്പോകാതെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കുവാണേ. കണ്ടോ, ഇതുപോലെ ഒന്ന് പതുക്കെ മണ്ണ് ഇളക്കി കൊടുത്തിട്ട് വേര് പൊട്ടിപ്പോകാതെ പ്രത്യേകം സൂക്ഷിച്ചോണം, ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച്. കണ്ടോ, ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയോ? ദേ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വളം എന്ന് പറയുന്നത് കുറച്ച് ചാണകപ്പൊടിയുണ്ട്, ഒരു പിടി വേപ്പും പിണ്ണാക്കുണ്ട്, ഒരു പിടി എല്ലുപൊടിയുണ്ട്, പിന്നെ ഇച്ചിരി കൂട്ടുവളം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഞാനങ്ങ് നല്ല പോലെ കൂട്ടി ഇളക്കുവാണേ. കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് നല്ല പോലെ കൂട്ടി ഇളക്കിക്കോണം. നല്ല പോലെ കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ചെടിയുടെ തണ്ടേ മുട്ടാതെ ദൂരോട്ട് മാറ്റി. കണ്ടോ, തണ്ടേ മുട്ടാതെ ഇടണം കേട്ടോ. ഇത് ഇത്രയും വേണേ ഇടാം നമ്മൾ, അല്ലെങ്കിൽ കുറച്ചിട്ടാണേലും ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇത് കൈകൊണ്ട് തന്നെ ഇതിനകത്തോട്ടൊന്ന് നിരത്തി കൊടുക്കുവാണേ. നമ്മൾ മണ്ണ് ഇളക്കി ഇട്ടിരിക്കുവാണല്ലോ, ആ ഗുണത്തിനാണ് നമ്മൾ ആദ്യമേ തന്നെ മണ്ണ് ഇളക്കിയിട്ടത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാലേ, നമ്മൾ ആ വളമിട്ടതിൻ്റെ മുകളിലോട്ട് എന്തെങ്കിലുമൊക്കെ പൊതയിട്ട് കൊടുക്കണം കേട്ടോ. പൊതയിടാൻ നമുക്ക് ഉണക്കയില ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് ശീമക്കൊന്നയാണേ. അപ്പോൾ നമ്മൾ കുറച്ച് ശീമക്കൊന്നയുടെ ഇല ഒടിച്ചിടുക കേട്ടോ. കാരണം ഞാൻ കറക്കെത്തി എടുത്തുകൊണ്ട് വന്നില്ല, അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ഇവിടുന്ന് വെട്ടിയിടായിരുന്നു. അപ്പോൾ ഇതാണേലും മതി, കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ ശീമക്കൊന്നയുടെ ഇലയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊതയിട്ട് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്നാണെന്നറിയോ? ഇപ്പം നമ്മൾ വളം ഇട്ടതല്ലേ ഉള്ളൂ, ആ വളത്തിൻ്റെ മുകളിലോട്ട് മഴ പെയ്ത് ആ വളമെല്ലാം കൂടെ ഒലിച്ച് തല്ലി പോകാതിരിക്കും. പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ കളകൾ വളരാതിരിക്കും. കളകൾ വളരത്തുമില്ല. പിന്നെ ചുവട്ടിലൊരു നല്ല നനവും തണുപ്പും കിട്ടുകയും ചെയ്യും. വെള്ളം വീഴുന്നത് നേരിട്ട് വീഴുന്നത് ഈ ഇലയിലോട്ടായിരിക്കുമേ. കുറച്ചും കൂടെ വരിയിടട്ടെ. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഈ ഒടിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ശകരങ്ങൾ കിളുത്ത് വന്നോളും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ട് നല്ലോണം ഇതിൻ്റെ തല നീണ്ടിട്ടുണ്ട്. ഈ നീണ്ട തലകളാണ് നമ്മളിപ്പം ഒടിച്ചു കളയുന്നത്. ഒടിച്ച് കളയുമല്ല, ഒടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയും കൊണ്ടുവന്ന് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലോട്ട് മണ്ണ് നേരിട്ട് കാണാത്ത പാകത്തിന് കണ്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുത്താലും മതി, എനിക്കിപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇങ്ങനെ നമ്മൾ ഈ പപ്പായ ചെടികൾക്ക് വളം കൊടുക്കുന്നത് മാസത്തിലൊരു പ്രാവശ്യം. ഇപ്പം മണ്ണിൽ ഇത് പാത്രത്തിനകത്തായതുകൊണ്ടാണ് എല്ലാ മാസവും കുറേശ്ശെ വളം കൊടുത്തോണം. അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും വളം കൊടുക്കാൻ മറക്കരുത്. ഇങ്ങനെ വളപ്രയോഗം ചെയ്യുവാണെങ്കിൽ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു കയറുകയും കൂടുതൽ വിളവ് കിട്ടുകയും ചെയ്യും. നമ്മളിങ്ങനെ മാസാമാസം ഒത്തിരി അധികം കൊടുക്കണ്ട, കുറേശ്ശെ കൊടുത്താൽ മതി. പിന്നെ ഈ പപ്പായ ചെടിക്ക് ഏറ്റവും നല്ലൊരു വളമാണ്, പപ്പായ വളരെ ഇഷ്ടപ്പെടുന്നൊരു വളമാണ് നമ്മളുണ്ടാക്കുന്ന ജൈവ സ്ലറി ഇല്ലേ. നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ചില്ലി ജാസ്മിൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജൈവ സ്ലറി ഉണ്ടാക്കാൻ അറിയാൻ മേലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചില്ലി ജാസ്മിൻ ജൈവ സ്ലറി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നല്ല കിടിലൻ വളമാണ്. അത് പപ്പായയ്ക്ക് മാത്രമല്ല, പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ വളമാണ്. അത് 2 ആഴ്ചയിൽ ഒരിക്കൽ വീതം ഈ പപ്പായയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ കായകളുണ്ടാകും. അപ്പോൾ പപ്പായ വളർത്തുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ വളപ്രയോഗം ചെയ്തു കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ ഇഷ്ടം പോലെ പപ്പായ ഉണ്ടാക്കി നിങ്ങൾ കഴിക്കുകയോ മറ്റാളുകൾക്ക് കൊടുക്കുകയോ വിൽക്കുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഈ പപ്പായയുടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? നമ്മൾ ഈ പപ്പായ ചെടി മാറ്റി നട്ടാൽ 6 മാസം മുതൽ 8 മാസത്തിനുള്ളിൽ നമുക്ക് കിടിലൻ പപ്പായകൾ ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. പപ്പായ നമ്മളുണ്ടല്ലോ ഉണ്ടാകുമ്പം നമ്മൾ പഴുപ്പിക്കാനാണെങ്കിൽ ഒരു മഞ്ഞ നിറം, അതിൻ്റെ ചെറുതായിട്ട് മഞ്ഞ നിറം വന്നു തുടങ്ങുമ്പോഴേ നിങ്ങൾ പറിച്ചു മാറ്റിക്കോണേ. ഇപ്പം ഈ പപ്പായ കണ്ടോ, ഇത് നമ്മുടെ ഒരു പപ്പായ ചെടിയിലുണ്ടായതാണ്. ഈ പപ്പായ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന പപ്പായ പഴുത്ത് തുടങ്ങുമ്പോൾ അത് കണ്ടിട്ടല്ലേ നമ്മൾ പറിച്ചുകൊണ്ട് പോകുന്നത്. എനിക്ക് ചെടിയേന്ന് ഇങ്ങനെ പഴുത്ത് പറിക്കാനായിരുന്നു ഇഷ്ടം. അപ്പോൾ ഒരു പപ്പായ ചെടി ഉണ്ടായ സമയത്ത് പഴുത്തേ പറിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊരു ഇടത്തരമാണേ, നല്ല വലിപ്പത്തിലുള്ള കായകളുണ്ടായിരുന്നു.
ആ മഴയും കാറ്റും വീശിയ സമയത്തിന് ഈ മുകളിലല്ലേ കായകളെല്ലാം കിടക്കുന്നത്, അതെല്ലാം കൂടെ ഒടിഞ്ഞു പോയി. എന്നിട്ട് ഞാൻ എടുത്തു വെച്ചതാണേ. അപ്പം ഞാനിത് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ആ മഞ്ഞ നിറം വരുമ്പോഴേ പറിച്ചു വെക്കുവാണെങ്കിൽ കപ്പളത്തിൻ്റെ ചെടിക്ക് ഭാരവും കുറഞ്ഞു കിട്ടും, മറിഞ്ഞു പോകാനും ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കുറഞ്ഞും കിട്ടും. ആ കളറിൽ പറിച്ചു വെച്ചാലും ഇതേപോലത്തെ കളറിൽ നമുക്ക് പഴുത്ത് കിട്ടുകയും ചെയ്യും. ഒന്നും പേടിക്കേണ്ട. അപ്പം എല്ലാവരും പപ്പായ ഇതേപോലെ വളർത്തി ഇഷ്ടം പോലെ വിളവെടുത്തിട്ട് എനിക്കതിനെക്കുറിച്ചുള്ള കമൻ്റ് ഇടാനും നിങ്ങൾ മറന്നു പോകരുതേ. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലേ എനിക്കൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും